ഹലോ, ഓഹരി കാണിക്കുന്നു, അടിച്ച് പല്ലിയും കളയും. നിങ്ങൾ ചൂടാവാതെ. ഞാനൊരു ചോദ്യം ചോദിക്കാന്ന് വെച്ചിട്ടല്ലേ ഫോളോ ചെയ്തത്. എന്ത് ചോദ്യം? നാട്ടിൽ മഴയുണ്ടോ? ഞാനെന്താ കാലാവസ്ഥ നിരീക്ഷണം? ഇതിപ്പോ ആർക്കും പറയാവുന്ന ഒരു കാര്യമല്ലേ. വണ്ടിയുടെ നമ്പർ കണ്ടപ്പോ നാട്ടിൽ നിന്നാണെന്ന് മനസ്സിലായി, അതുകൊണ്ടല്ലേ ചോദിച്ചത്. നാട്ടിൽ എങ്ങനെയാ, മഴയുണ്ടോ? മഴ പെയ്യാതിരിക്കാനും പെയ്യാനും സാധ്യതയുണ്ട്. വേലേ മനസ്സ് വെച്ചാൽ മതി. ഈ പ്രായം കഴിഞ്ഞ ഞാൻ ഇവിടെ വരെ എത്തിയത്. ഒറ്റത്തരം കാണിച്ചാൽ അതിലും വലിയ ചേറ്റയാ, പറഞ്ഞില്ലെന്ന് വേണ്ട. നാട്ടിൽ മഴയുണ്ടോ? Is it raining in Kerala? ആണുങ്ങൾ സംസാരിക്കണോ? അയ്യോ, അങ്കിളിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ടൈപ്പേ അല്ല. നാട്ടിൽ മഴയുണ്ടോ എന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. മകളായിരിക്കും അല്ലേ? അല്ല, അമ്മയാ. ഞാൻ വിചാരിച്ചു കാരനോടെ കൈ ചൗക്കറ്റിക്ക് വീഴുമെന്ന്. അതിനെന്താ, ഞാൻ വല്ല വൃത്തികേടും കാണിച്ചോ? ഇറ്റ്സ് ഓൾ ദെയർ ഇൻ ദ ഗെയിം. വണ്ടിയുടെ ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ്. സൂട്ടർ ഉണ്ടല്ലേ? മിസ്റ്റർ ആൻഡ് മിസ്സസ് തോമസ് ചാക്കോ. സാറിന്റെ വൈഫാണോ? എന്താ തനിക്ക് പിടിച്ചില്ലേ? മിസ്റ്റർ ആൻഡ് മിസ്സസ് പറഞ്ഞ വേറെ വല്ല അർത്ഥമുണ്ടോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം സാർ വന്നപ്പോ വേറൊരു സ്ത്രീയായിരുന്നു കൂടെ. അതെ, അതിനെന്താ? ഒരു കല്യാണം കഴിക്കാൻ പാടുള്ള നിയമമൊന്നുമില്ലല്ലോ. ഓ, ഇത് സെക്കൻഡ് വൈഫ് ആയിരിക്കും അല്ലേ? അല്ല, പേരാ. വിരോധമുണ്ടോ? എനിക്കെന്താ വിരോധം? ചോദിച്ചെന്നേ ഉള്ളൂ. ചേടാ, എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. എന്തൊക്കെ അറിയേണ്ടത്? ചിലർക്ക് മോളാണെന്ന് അറിയണം, ചിലർക്ക് മരുമോളാണെന്ന് അറിയണം. മുറി തരാൻ പറ്റുമെന്ന് തരിക, അല്ല ജീവചരിത്രം ബയോഡാറ്റ എന്ന് അറിയണ്ട. അപ്പം തിന്നാ മതി, ഒഴി എണ്ണണ്ടാന്ന് ചുരുക്കം. മനസ്സിലായോ? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്താ പ്രശ്നം? അല്ല മിസ്റ്റർ നായർ, ഫാമിലി ആയിട്ട് വരുമ്പോ ശല്യമില്ലാതെ താമസിക്കുന്നത് എന്റെ ഹോട്ടലിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ തന്റെ മാനേജർമാർക്ക് ജീവചരിത്രം മുഴുവൻ അറിയണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണല്ലോ. എന്താണോ പ്രശ്നം? ഞാൻ രജിസ്റ്ററിൽ എഴുതാൻ വേണ്ടി വൈഫാണെന്ന് ചോദിച്ചതേ ഉള്ളൂ സാർ. സാറിനെ പോലുള്ള ആളെ കണ്ടറിഞ്ഞൂടെ? ഡീസന്റ് ആയിട്ടുള്ള ആളെ കണ്ട അതിനനുസരിച്ച് പെരുമാറണം. രജിസ്റ്ററുള്ള പിന്നെ എഴുതാം. ആ സൂട്ട് റൂമിന്റെ കീങ് എടുക്ക്. സാർ, സോറി ഫോർ ദി ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താ മൂഡ് ഔട്ട്? ലേറ്റ് ആയതിന് കണക്കാണോ? ഒരു ഹെൽപ്പ് ലേറ്റ് ആയിപ്പോയി എന്റെ പൊന്നുമോളെ. വാ വണ്ടി വിട. എത്ര നേരമായി കാത്തിരിക്കുന്നറിയോ? അയ്യോ, വണ്ടി വഴിയിൽ ബ്ലോക്ക് ആയി പോയിട്ടല്ലേ മോളെ. തുടങ്ങിയോ? മുല്ലപ്പൂമാലയൊക്കെ ചൂടി നല്ല ഫോമിലാണല്ലോ. വണ്ടി വിടാം. വിഷ്ണുവിന്റെ എത്രാമത്തെ ബർത്ത്ഡേയാ? 31ാമത്തെ. കഴിഞ്ഞ 30 വർഷങ്ങൾ എന്റെ ബർത്ത്ഡേ കടന്നുപോയത് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ആഘോഷിക്കപ്പെടുന്ന എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണിത്. രാഗിനി വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഒരു സാധാരണ ദിവസം പോലെ കടന്നു പോകുമായിരുന്നു. എനിക്ക് പേടിയാവുന്നു. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനോ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനൊരു ഹോട്ടലിൽ ഈ സമയത്ത്. രാഗിനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടുന്ന് പോയേക്കാം. ഇഷ്ടമില്ലെന്നിട്ടല്ല, ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിച്ചാലോ ഒരു ദിവസം താമസിച്ചാലോ തകർന്നു പോകുന്ന ഒന്നല്ല ഈ സദാചാരം. സ്നേഹമുള്ളിടത്ത് എന്തും സദാചാരമാണ്. ആ മുഖം ഒന്ന് നിർത്തിക്കേ പ്ലീസ്. ഈ ദിവസത്തിന്റെ സന്തോഷം നശിപ്പിക്കരുത്. ഈ മുഖം കണ്ടുകൊണ്ട് ഒന്നല്ല 1000 രാത്രികൾ ഞാൻ ഇരിക്കാം. എന്റെ ഈ 31 വയസ്സിനിടയ്ക്ക് ഇങ്ങനൊരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. വിവരം കിട്ടവനെ ദൂരെ എങ്ങനെ പോയിരിക്കണം. അയ്യ, അതല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എക്സ്ക്യൂസ് മീ. എന്താ? അതെ,
ഈ 31 വയസ്സിന്റെ കള്ളക്കണക്ക് എപ്പോഴും ഇങ്ങനെ പറയണ്ട. ഇച്ചിരി ഓവർ ആവുന്നുണ്ട്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. തറയുന്നാ മതി, തോളെ കയറരുത്. ആഫ്റ്റർ ഓൾ യു ആർ എ ഡ്രൈവർ. ഗോ ഗോ. എന്താ വിഷ്ണുട്ടാ? ഒന്നുമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാം. വേറെ ആ, ഇറങ്ങിക്കോ. അയ്യോ ഇവിടെ വേണ്ട, കുറച്ചുകൂടി മാറ്റി നിർത്തൂ. ആരെങ്കിലും കാണും. ആരും കാണാത്ത ഇപ്പൊ ഏത് ലോകത്താ ടീച്ചറെ? എന്നാ ഹോസ്റ്റലിന്റെ മുന്നിൽ നിർത്തട്ടെ? അയ്യോ വേണ്ട. എന്റെ പൊന്നി ടീച്ചറെ, ഇത്ര പേടിക്കാനൊന്നുമില്ല. നാട്ടുകാർക്ക് ഇപ്പൊ നിങ്ങൾ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കാനൊന്നും അല്ല നേരം. വിഷ്ണുവിന്റെ കാർ എല്ലാവർക്കും അറിയാം. അതിനെന്താ? വിഷ്ണുവിന്റെ കാറിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ലെന്നുണ്ടോ? അങ്ങേരെ ആള് വളരെ ഡീസന്റാ ടീച്ചറെ. ആ, ഇവിടെ ഇറങ്ങിക്കോ, ആരും കാണില്ല. വേണമെങ്കിൽ പള്ളിയിൽ കയറി ഒന്ന് കുമ്പസാരിക്കുകയും ചെയ്യാം. ഗോപാല, വിഷ്ണുവിനോട് പറയണം ഇനി എന്നെ വിളിക്കരുതെന്ന്. ഞാൻ വരില്ല, എനിക്ക് വയ്യ ടെൻഷൻ. എന്ന് വെച്ച് സാറിന് വിളിക്കാതിരിക്കാൻ പറ്റുമോ? സാറിന് ടീച്ചർ എന്ന് പറഞ്ഞാൽ ജീവനാ. കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ടീച്ചറിനെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് ഒറ്റ കാലം നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നാലാൾ അറിഞ്ഞെന്നെ വിളിക്കട്ടെ. ഇനിയും വീട്ടിൽ എന്തിനാ? നേരിട്ട് പറയാറുന്നില്ലേ? ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ആകട്ടെ അമ്മയോട് പറയട്ടെ എന്നൊക്കെയാ പറയുന്നേ. അത് ശരിയാ, അമ്മയോട് ആലോചിക്കാൻ സാർ ഒന്നും ചെയ്യില്ല. ഇപ്പോഴും അമ്മയെന്ന് പറഞ്ഞാൽ സാറിന് പേടിയാ. ആ ടീച്ചർ ഇറങ്ങിയാട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതുവഴി വന്നു തുടങ്ങും. ഗോപാല, ഇതിരിക്കട്ടെ. അയ്യേ, ഒന്നും വേണ്ട ടീച്ചറെ, ഞാൻ സാറിനോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കാം. ഭാഗ്യവാൻ. മാല, മുല്ലപ്പൂമാല, പൂമാല. സോടാക്കുപ്പി, ഓ കള്ളക്കളവാ. കണ്ണും ചെവി മൂക്കൊന്നും ശരിയല്ലെങ്കിലും താൻ ആള് വിളഞ്ഞ വിത്ത. ഇക്കണക്കിന് തന്നെ എങ്ങനെ വിശ്വസിക്കും? ഒളിഞ്ഞു നോട്ടവും സൂത്രപ്പണിയൊക്കെ കയ്യിലുണ്ടല്ലേ? ഗോപാലകൃഷ്ണ, വെറുതെ അനാവശ്യം പറയരുത്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ. അതിനുശേഷമേ ഞാൻ കണ്ണാട വെച്ചിട്ടുള്ളൂ. ഇപ്പൊ താൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതും ചെവിയിൽ വെച്ചത്. അതുവരെ ഇവിടെ എന്ത് നടന്നു എന്ന് നാടുനാര് കേൾക്കുണ്ടായിട്ടില്ല. ഒന്നും അറിയണ്ട ഈ മുറിയിൽ വന്ന് റൊമാൻസ്? അല്ല, അത് ചൂടിയ പൂവാണെങ്കിലും പൂവല്ലേ, അത് മുല്ലപ്പൂ. ഒന്ന് വാസനിച്ച് നോക്കില്ല, എന്താ തെറ്റ്? ഞാനൊരു മനുഷ്യനല്ലേ? അല്ല, കൊണ്ടാക്കിയോ? ആര്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാണ്ടിരിക്കുന്ന ഭംഗി ഇല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാനോ കേൾക്കാനോ ഇന്നുവരെ ശ്രമിച്ചിട്ട് പോലില്ല, പിന്നല്ലേ തലയിടല്. ഹലോ, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണം. സാറിന് വന്നിട്ട് പോരെ, നേരം വെളുത്തല്ലേ ഉള്ളൂ, അതിനും പാടാ മറ്റത്. സാറ് ചാട്ടവും ഓട്ടവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഒരു സമയമാവും. അതുവരെ ഞാൻ എന്തിനാ വിശന്നിരിക്കണേ? അങ്ങേർക്ക് ആഹാരത്തിനേക്കാൾ താല്പര്യം മറ്റു ചില കാര്യങ്ങളാ. നമുക്ക് വയറാണ് പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ തോന്നും പോരട്ടെ. എനിക്ക് അതുവരെ കാത്തിരിക്കാനൊന്നും നേരമില്ല. ഇതാണ് പറഞ്ഞ അവനൊരിക്കണ്ടടുത്ത് അവനൊരുത്തലിവിടെ പട്ടി കയറിയിരിക്കുന്നു. എന്താ പറഞ്ഞില്ല? അടുക്കളക്കാരന്റെ കാര്യം നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ.
അതുപോലെ ഡ്രൈവർ വണ്ടിക്കാരി മാത്രം നോക്കിയാൽ മതി. വണ്ടിയുടെ ചക്രം മാത്രം പിടിക്കുക. അല്ലാതെ നാട്ടുകാരുടെയും സാറിന്റെയും നാട്ടുകാരുടെ ഒക്കെ ചക്രം പിടിക്കാൻ തുടങ്ങിയാലേ അതാ പകടാ. ഞാനൊരു തമാശ പറഞ്ഞില്ലേ? ഈ തമാശ എന്നോട് വേണ്ട. പോടാ അവിടുന്ന്. ഒന്ന് പോടാ അവിടുന്ന്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. അങ്കിൾ ഓടി തളർന്നോ? ഹേ തളരേ, 10-12 കിലോമീറ്റർ ഞാൻ വളരെ ഈസി ആയിട്ട് ഓടും. ഒന്ന് കിതയ്ക്ക പോലുമില്ല. നല്ല സ്റ്റാമിന അല്ലേ. ജയ വളരെ സുന്ദരിയായിരിക്കുന്നല്ലോ. താങ്ക് യു അങ്കിൾ. ജയ എന്നെ അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കുമ്പോ കേൾക്കുന്നവർ വിചാരിക്കും ഞാനൊരു വയസ്സനാണെന്ന്. എനിക്കങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല. വെറും 31 വയസ്സുള്ള ഒരു ബാച്ചിലറാണ് ഞാൻ. അയ്യോ, കണ്ട ഒരു 28 വയസ്സേ തോന്നുന്നു. ആണോ? അതെന്റെ വ്യായാമത്തിന്റെ ഗുണമാണ്, എക്സസൈസ്. ജയ വ്യായാമം ചെയ്യാറുണ്ട്? ഇല്ല. പിന്നെ ഇത്ര ഷേപ്പും ഭംഗിയൊക്കെ എങ്ങനെ കിട്ടി? കാശ് കൊടുത്ത് വാങ്ങിയതാ. പോട്ടെ അങ്കിൾ. എത്ര ധൃതി. അയ്യോ, എനിക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷനോ? എന്താണ് സബ്ജക്ട്? മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ആണോ? അതെന്റെ ഫേവറേറ്റ് സബ്ജക്ട് അല്ലേ? ജയക്കറിയോ, ഐ ആം MSc ഇൻ മാത്തമാറ്റിക്സ്. യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ്. ആഹാ. ആ, എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ പഠിപ്പിച്ചു തരില്ലേ? അങ്കിളിന് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇറ്റ്സ് എ പ്ലഷർ. നമുക്കറിയാവുന്ന വിദ്യ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് പുണ്യമല്ലേ? ഇതിനൊക്കെ വേണ്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കാൻ ഞാൻ തയ്യാറാണ്. ബട്ട് ഫോർ യു ഓൺലി, മൈ ഡിയർ സ്വീറ്റി. എന്താ, ഞാൻ പഠിപ്പിക്കുന്ന ഇഷ്ടമല്ലേ? അങ്കിളിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. കോവല, തെണ്ടി നടക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. പറഞ്ഞു കേട്ടോ. രാത്രി നീ ഇന്നലെ കക്കാൻ പോകുന്നുണ്ടോ? വണ്ടിയെ കയറിയ ഉടനെ തുടങ്ങും ഉറക്കം. അല്ലാതെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിന്നെയൊക്കെ ഡ്രൈവറായിട്ട് വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം തല്ലാൻ. പേര് ഡ്രൈവർ എന്നാണെങ്കിലും ജോലി മറ്റു വല്ലതും അല്ലേ? ബുദ്ധിമുട്ടാണെ പോയിക്കോടാ. നിന്നേക്കാളും ബുദ്ധിയും കഴിവുള്ള പിള്ളേരെ എനിക്ക് വേറെ കിട്ടും. എന്റെ പൊന്ന് സാറേ, സാർ രാവിലെ ഉടക്കാൻ നിൽക്കാൻ പോയുള്ള ജോലി നോക്കിയാട്ടെ. അല്ലെങ്കിൽ തന്നെ വിഷുവിനും സംക്രാന്തിക്കും ഒക്കെ ഓഫീസിൽ വരവ്. മതിയാ, നിർത്ത്. തോളിൽ നിന്ന് ചെവി തിന്നോ, പക്ഷെ തല മുഴുവനോടെ തിന്നല്ലേ കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. 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 ഗുഡ് മോർണിംഗ്. ആ ഫയൽ എടുത്ത് വെച്ചോ. ഏത് ഫയലാ സർ? മറന്നുപോയോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്ന് ഓർത്ത് നോക്കിയേ. എന്താ ഇത്ര മറവി? ഇന്നെനിക്കത് കാണണം. ആ ഗോവല, ചെറിയ പണി. എന്താ? നമുക്ക് മറ്റേ പാർട്ടി ഒന്ന് കാണണ്ടേ? ഏത് പാർട്ടി? രേവതി. വേറെ ആളെ നോക്ക്, എനിക്ക് പറ്റില്ല. നീ കുറച്ചിനും കാറി കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോയാൽ മതിയാ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതെന്റെ ജോലിയല്ല. ഗോവല, ഏത് ഫയലിന്റെ കാര്യം സാറ് പറഞ്ഞത്? ഓർമ്മ കിട്ടുന്നില്ല മേരി. ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. മേരി പുതിയ ആളായതുകൊണ്ട് ആ ഓർമ്മ കിട്ടാത്തത്. കിട്ടിക്കോളും. യെസ്, കം ഇൻ. ഇതെന്താ? ഒക്കെ സൈൻ ചെയ്തിട്ടങ്ങ് പോവും. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഓഫീസിൽ വന്നെങ്കിൽ ഇത്രയും പെൻഡിങ് വരില്ലായിരുന്നു. ഞാൻ ശ്രമിക്കാനിട്ടല്ല ഡേവിഡേ, ജോലി തിരക്കല്ലേ. ഓഫീസിലെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. വീട്ടിലാണെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങളാ. അറിയാം. ഇവിടെ ഇപ്പൊ ഡേവിഡിന് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അതെ അതെ. മേ ഐ കം ഇൻ സർ? യെസ് പ്ലീസ്. സാർ, ആ ഫയൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഡേവിഡ് പോയിക്കോളൂ. അർജന്റായ പല മാറ്റേഴ്സ് ഉണ്ട് അതിൽ. അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ. മേരി, വേണ്ട സർ, ഞാൻ നിന്നോളാം. ജോലി ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല സർ. അധികം വർക്ക് റോസ്മേരിക്ക് തരരുതെന്ന് ഞാൻ ഡേവിഡിനോട് പറഞ്ഞിരുന്നു. ഈ സുന്ദരികളായ പെൺകുട്ടികൾ ഓവറായിട്ട് ജോലി ചെയ്താൽ അത് അവരുടെ സൗന്ദര്യത്തെ ബാധിക്കും. അതുകൊണ്ടല്ലേ പണ്ട് കാലത്ത് പെണ്ണുങ്ങൾ ജോലിയൊന്നും ചെയ്യായിരുന്നു. നൃത്തം, സംഗീതം, അതുപോലെയുള്ള സുകുമാര കലകളിൽ ഏർപ്പെട്ട് അങ്ങനെ കഴിയുക. ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന പുരുഷന്മാരെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ശരീരം കൊണ്ടും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ പ്രധാന ജോലി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗന്ദര്യത്തിന് വലിയ സ്ഥാനമുണ്ട്. വിരസമായിരിക്കുന്ന സമയത്ത് ഒരു നല്ല പാട്ട് കേൾക്കുക, വിടർന്ന ഒരു പൂവ് കാണുക, മേരിയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുക, ഇതൊക്കെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കും.
സാറ് ഫയൽ ചെയ്താണെന്ന് ഓർമ്മിപ്പിച്ച എന്താ എന്റെ സംസാരം ബോറടിപ്പിച്ചോ? അതല്ല സാർ. നമുക്ക് അങ്ങോട്ടിരിക്കാം. ഞാൻ സ്ത്രീകളോട് പൊതുവെ അധികം സംസാരിക്കാറില്ല. മേരിയെ കാണുമ്പോ എന്തോ സംസാരിക്കാൻ ഒരു രസം. മേരിക്കറിയോ, ഈ ഫയലുകൾക്കിടയിലും ചായത്തോട്ടത്തിലും ഒന്നും വന്നുപെടേണ്ട ആളല്ല ഞാൻ. 10-30 വർഷം ജീവിച്ചു. എന്ത് നേടിയെന്ന് ചോദിച്ചാ ഒന്നുമില്ല. പിന്നെ കുറെ പണം, അതിലെന്ത് കാര്യം? നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത്, ഓർമ്മിക്കാൻ ഒരു പെൺകുട്ടി, ഒക്കെ വെറും സ്വപ്നങ്ങളാണ്. ജീവിതം വല്ലാതെ മടുപ്പ് തോന്നുന്നു. മേരിയെ കാണുമ്പോ എന്തോ ഒരു ആശ്വാസം. എന്താടാ? മറ്റേ പാർട്ടിയെ കാണണ്ടേ? ഏത് പാർട്ടി? കുറച്ചു മുമ്പ് പറഞ്ഞോ, മറന്നുപോയോ? എല്ലാം വിശദീകരിച്ച് പറയണോ? മറ്റേ ഹോസ്റ്റലില് വേണ്ട, മേരി വയ്ക്കോളൂ, ഞാൻ വിളിപ്പിക്കാം. ശരി സാർ. ഓഫീസിലും കൃഷി തുടങ്ങിയില്ലേ? ഇത് നാട്ട കേസാ കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. നീ പോയി രേവതി ചെന്ന് കണ്ടോ. എന്ത് പറയണം? എഴുത്തുവല്ലോ ഉണ്ടോ? ഞായറാഴ്ച ഒരു ഔട്ടിങ്ങിന് പോരാൻ പറ്റുമെന്ന് ചോദിച്ചു. 5 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. കോളേജിൽ പോകണോ ഹോസ്റ്റലിൽ പോകണോ? ലഞ്ച് ടൈമിന് ഹോസ്റ്റലിൽ പോയാൽ മതി. ചെല്ലടാ. ഓ, പെങ്ങളെ രേവതി എന്ന കുട്ടി കോളേജിൽ പോയോ? മുറിയിലുണ്ടല്ലോ. പെങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഓ, നിങ്ങളാണല്ലേ ഗോപാലകൃഷ്ണൻ? ധാരാളം കേട്ടിട്ടുണ്ട്. കണ്ടതിലും വളരെ സന്തോഷം. പോട്ടെ. രേവതി, ഒന്ന് വേഗം വാ, സമയായി. ദാ വരുന്നു. രേവതി, ഞാനാ ഗോപാലകൃഷ്ണൻ. വിഷ്ണു സാർ പറഞ്ഞിട്ട് വന്നതാ. അയ്യോ ഈശ്വര, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. എന്താ പ്രശ്നം? എല്ലാം മാറ്റിനറിഞ്ഞു. വിഷ്ണുവിന്റെ കത്തുകളൊക്കെ പിടിച്ചു. എല്ലാം ഡാഡിക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിരിക്കുക. സംഗതി പുലിവാലായോ? ഒരു കത്ത് വന്നാ പൊട്ടിച്ചിട്ടേ തരൂ. ഫോൺ വന്നാ തരില്ല. കാണാൻ ആള് വന്നാ അനുവദിക്കില്ല. കത്തിൽ പേര് വെക്കായിരുന്നു നന്നായി. കുറെ ചോദിച്ചെങ്കിലും വിഷ്ണുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഡാഡി അറിഞ്ഞ എന്നെ കൊന്നു കളയും. അതിപ്പോ ഞാൻ സാറിനോട് രേവതി, ആരാ? ഞാനറിയില്ല. മാറ്റൻ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കായിരുന്നു. അയ്യോ, ഞാനോ? അതെ, ഇതാണ് മാറ്റൻ. നിങ്ങൾക്കല്ലേ മാറ്റനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ആടിപ്പോ. നിൽക്കോടെ. നിങ്ങളാരാ? ഞാൻ ഗോപാലകൃഷ്ണൻ. എന്റെ പേര്. എന്ത് വേണം? അത് പിന്നെ സാറ് കുട്ടി ഇവിടെ വേക്കൻസി ഉണ്ടോ? എനിക്കൊരു സീറ്റ് വേണമായിരുന്നു. നിങ്ങൾക്കോ? അതെ. എന്റെ പെങ്ങളുണ്ട്, കോളേജ് പഠിച്ചോണ്ടിരിക്കുക, ഒറ്റയ്ക്ക്. പാവാ. എന്താ പേര്? ഗോപാലകൃഷ്ണൻ. നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ പെങ്ങളുടെ പേര്. മേരി. മേരിയോ? മേഴ്സി. മിസ്റ്റർ, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്? താൻ സത്യം പറഞ്ഞാലേ തന്നെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അല്ല സിസ്റ്റർ, സത്യമായിട്ട് ഞാൻ ഇവിടെ വാച്ച്മാൻ! നിൽക്കണ അവിടെ.